ദ ഫൂൾ എന്ന പൂജ്യത്തിൽ നിന്ന് വിഡ്ഢിയെ പോലെ നിഷ്കളങ്കമായി യാത്ര തുടങ്ങിയ ആ പഥികൻ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയി. ഒടുവിലിതാ ആ യാത്രയുടെ പരമമായ പൂർണ്ണതയിലേക്ക്, മോക്ഷത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. മേജർ ആർക്കാനയിലെ 21ാമത്തെയും അവസാനത്തേതുമായ കാർഡ് ദ വേൾഡ്. ഇത് വിജയത്തിൻ്റെ, സക്സസ്, പൂർണ്ണതയുടെ, കംപ്ലീഷൻ, പ്രപഞ്ചവുമായുള്ള ലയനത്തിൻ്റെ, കോസ്മിക് യൂണിയൻ കാർഡാണ്. ഇവിടെ യാത്ര അവസാനിക്കുന്നു, പുതിയൊരു ബോധമണ്ഡലം ജനിക്കുന്നു. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. നൃത്തം ചെയ്യുന്ന യുവതി. കാർഡിൻ്റെ മധ്യത്തിൽ ഒരു യുവതി വായുവിൽ നൃത്തം ചെയ്യുന്നത് കാണാം. അവൾ ലൗകികമായ എല്ലാ ചങ്ങലകളിൽ നിന്നും മുക്തയായി പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊത്ത് ആനന്ദ നൃത്തം, കോസ്മിക് ഡാൻസ് ചെയ്യുകയാണ്. അവൾ തന്നെയാണ് പ്രപഞ്ചം. പച്ച, ലോറൽ മാല, ദ വ്രത്. അവൾക്ക് ചുറ്റുമുള്ള വലിയ പച്ച വലയം വിജയത്തിൻ്റെ പ്രതീകമാണ്. ഇതിൻ്റെ മുകളിലും താഴെയുമുള്ള ചുവന്ന കെട്ടുകൾ, ഇൻഫിനിറ്റി റിബൺസ്, അനന്തതയെ സൂചിപ്പിക്കുന്നു. ഒരു വട്ടം പൂർത്തിയാകുമ്പോൾ മറ്റൊന്ന് തുടങ്ങുന്നു എന്ന സത്യം. 2 ദണ്ഡുകൾ, 2 വാൻസ്. മജീഷ്യൻ്റെ കയ്യിൽ ഒരു ദണ്ഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ സൃഷ്ടിക്കാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ അവൾ 2 ദണ്ഡുകൾ പിടിച്ചിരിക്കുന്നു. ഇത് ആന്തരിക ശക്തിയുടെയും ബാഹ്യശക്തിയുടെയും പൂർണ്ണമായ സമനിലയെ, മാസ്റ്ററി കാണിക്കുന്നു. 4 കോണുകളിലെ ജീവികൾ. വിധിചക്രത്തിൽ, വീൽ ഓഫ് ഫോർച്യൂൺ, നാം കണ്ട അതേ 4 ജീവികൾ, മനുഷ്യൻ, കഴുകൻ, സിംഹം, കാള ഇവിടെയുമുണ്ട്. എന്നാൽ അവിടെ അവർ പുസ്തകം വായിക്കുകയായിരുന്നു, അതായത് അറിവ് നേടുന്ന ഘട്ടമായിരുന്നു. ഇവിടെ അവർ വെറുതെ നോക്കി നിൽക്കുന്നു, കാരണം അറിവ് പൂർണ്ണമായി കഴിഞ്ഞു, റിയലൈസേഷൻ. 4 തത്വങ്ങളും പ്രപഞ്ചവും അവളെ വണങ്ങുന്നു. 2. നിറങ്ങളുടെ രഹസ്യം. നീല, ബ്ലൂ. പശ്ചാത്തലത്തിലെ നീലനിറം അനന്തമായ ആകാശത്തെയും പരമമായ ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. പച്ച, ഗ്രീൻ. മാലയുടെ പച്ച നിറം നിത്യജീവനെയോ, എറ്റേണൽ ലൈഫ്, പ്രകൃതിയുടെ അനുഗ്രഹത്തെയോ കാണിക്കുന്നു. പർപ്പിൾ അഥവാ വയലറ്റ്. അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പർപ്പിൾ നിറം ആത്മീയമായ രാജകീയതയെയും മോക്ഷത്തെയും പ്രതിനിധീകരിക്കുന്നു. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. നീ ആഗ്രഹിച്ച കാര്യം പൂർണ്ണ വിജയത്തിലെത്തും. പഠനം പൂർത്തിയാകുക, ലക്ഷ്യങ്ങൾ കൈവരിക്കുക, വലിയൊരു പ്രൊജക്റ്റ് വിജയകരമായി തീരുക എന്നിവയെ ഇത് സൂചിപ്പിക്കുന്നു. ലോകം നിന്നെ അംഗീകരിക്കുന്ന സമയമാണിത്. ലോകസഞ്ചാരത്തിനുള്ള വേൾഡ് ട്രാവൽ സാധ്യതയും ഇത് കാണിക്കുന്നു. ആത്മീയ തലം. മോക്ഷം അല്ലെങ്കിൽ സമാധി. ആത്മാവ് പ്രപഞ്ചാത്മാവുമായി ലയിക്കുന്ന ഘട്ടം. ഞാനും പ്രപഞ്ചവും ഒന്നാണ്, അഹം ബ്രഹ്മാസ്മി എന്ന പരമമായ തിരിച്ചറിവ് ഇവിടെ സംഭവിക്കുന്നു. 4. ഗുരുവിൻ്റെ ഉപദേശം. ദ ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, ദ വേൾഡ് നിനക്ക് നൽകുന്ന വലിയ പാഠം പൂർണ്ണതയും കൃതജ്ഞതയും, കംപ്ലീഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നതാണ്. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. നിന്റെ വിജയങ്ങൾ ആഘോഷിക്കുക. ജീവിതത്തിൽ നീ നേടിയെടുത്ത ചെറിയ വിജയങ്ങളെ പോലും നന്ദിയോടെ കാണുക. നീ ഒരുപാട് ദൂരം മുന്നോട്ട് വന്നിരിക്കുന്നു, അതിൽ സ്വയം അഭിമാനിക്കുക. 2. നന്ദിയുള്ളവനായിരിക്കുക. ഈ പ്രപഞ്ചം നിനക്ക് നൽകിയ നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയുക. ആ അനുഭവങ്ങളാണ് നിന്നെ ഇന്നത്തെ ജ്ഞാനിയാക്കി മാറ്റിയത്. 3. വട്ടം പൂർത്തിയാക്കുക. പഴയ കാര്യങ്ങൾക്കെല്ലാം ശുഭകരമായ ഒരു അന്ത്യം കുറിക്കുക. ഒരു വാതിൽ പൂർണ്ണമായി അടഞ്ഞാലേ പ്രപഞ്ചം നിനക്കായി അടുത്ത വലിയ ലോകം തുറന്നു തരൂ. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. ഈ 21ാമത്തെ കാർഡ് അവസാനിക്കുമ്പോൾ ആത്മീയമായ യാത്ര അവസാനിക്കുന്നില്ല. ഈ പൂർണ്ണതയ്ക്ക് ശേഷം ആത്മാവ് വീണ്ടും ആദ്യത്തെ കാർഡായ ദ ഫൂളായി പുതിയൊരു പ്രപഞ്ചത്തിലേക്ക്, പുതിയൊരു അനുഭവത്തിലേക്ക് ചുവടുവെക്കുന്നു. ജീവിതം എന്നത് അവസാനമില്ലാത്ത ഒരു നൃത്തമാണ്.
ദ ഫൂൾ മുതൽ ദ വേൾഡ് വരെയുള്ള മേജർ ആർക്കാനയിലെ 22 കാർഡുകളുടെ ഗഹനമായ ആത്മീയ യാത്ര നാം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവൻ പരിണാമവും ഈ കാർഡുകളിലൂടെ നീ കണ്ടറിഞ്ഞു. ഈ ജ്ഞാനം നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ. നിനക്ക് പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭം ഭവതു.